വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാന ക്ലാസ്സാണ് ഇനി നടക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ നല്ല നിലക്ക് മനസ്സിലാക്കാൻ, അത് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖിനെ ഹഖായി മനസ്സിലാക്കുവാനും അതിനെ പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കി അതിനെ വെടിയുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ മൈക്കൊന്നും ആർക്കും തരില്ല. ഇവിടെ ക്ലാസ് ഖുർആൻ പഠന ക്ലാസ്സാണ്. അത് കഴിഞ്ഞ് അഡ്മിന്മാരോട് ചോദിക്കാം. ബഹുമാനികളെ, നമ്മുടെ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം നാം മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും, ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനമായി ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരമാണ് ഉള്ളത്. അതിന്റെ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് നാം മുന്നേ പഠിച്ചത് തന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്ന നിലക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായ ഇലാഹാണ്. അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുക. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മർമ്മം, അതിന്റെ അടിസ്ഥാനം. എന്നാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നതും അത് തന്നെയാണ്. ഈ ആയത്ത് അനവസരത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ മുസ്ലിം സമൂഹത്തെ, സഹാബത്ത്, താബിഈങ്ങൾ, താബിഉത്താബിഈങ്ങൾ മുതൽ ഇന്നോളം വരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉൾപ്പെടുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആ അടിസ്ഥാന മുസ്ലിം വർഗത്തെ അവരെ കാഫിറാക്കാനും അല്ലെങ്കിൽ മുശ്രിക്കാക്കാനും ഒക്കെ ഈ ആയത്തും അതുപോലെയുള്ള ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ വിശദീകരണങ്ങൾ മനസ്സിലാക്കിയ ആളുകൾക്ക് അതൊന്നും ആ വക തെറ്റിദ്ധാരണയൊന്നും വരാൻ സാധ്യതയില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ, ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ തന്നെ യാമൻ ഹാദിഹി സിഫത്തുഹു, അതുവരെ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായി നീയാണ് റബ്ബ് എന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള വണക്കം നിനക്ക് മാത്രമാകുന്നു. അത് ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള റുബൂബിയത്ത് മറ്റൊരാൾക്കും ഞാൻ വകവെച്ചു കൊടുക്കുകയില്ല എന്നതാണ് ഇയ്യാക നഅ്ബുദു എന്നതിന്റെ അർത്ഥവും. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സഹായം തേട്ടം അത് നിന്നോട് മാത്രമാണ് എന്ന് വെച്ചാൽ അതിന്റെയൊക്കെ എല്ലാ വിഷയത്തിനുമുള്ള തവക്കുൽ നിന്റെ മേലാണ് എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ഈ പറഞ്ഞത് അല്ലാഹുവാണ് സകല കാര്യങ്ങളും നിർവഹിക്കുന്നവൻ, എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥൻ അവനാണ്, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥൻ അവനാണ്, എല്ലാ കഴിവിന്റെയും യഥാർത്ഥ ഉടമസ്ഥൻ അവനാണ്. അവന്റെ ഇതിനു കൂടാതെ, അനുമതി കൂടാതെ ലോകത്ത് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എല്ലാം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന വിശ്വാസത്തോടുകൂടെ മറ്റുള്ള അവൻ അനുവദിച്ച സബബുകളെ, കാരണങ്ങളെ നാം സമീപിക്കുന്നത് ഇതിനെതിരല്ല എന്നും നാം മനസ്സിലാക്കി. എന്നാൽ ആ കാരണങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകളെ ഉപയോഗപ്പെടുത്തുക,
അവരുടെ പ്രാർത്ഥന, അവരുടെ സാമീപ്യം, അവരുടെ ഉദ്ദേശം, അവരുടെ ബർക്കത്ത്, അവരുടെ അസർ, അവർ തൊട്ടത്, അവർ ഇരുന്നത്, അവരുമായി ബന്ധപ്പെട്ടതിന്റെ അസറുകൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ഭൗതിക പാരത്രിക ആവശ്യങ്ങൾക്ക് വേണ്ടി, ഗുണങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് ആ നിശ്ചയിച്ച സബബുകളിൽ ഒന്ന് മാത്രമാണെന്നും അത് നബിയും സഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ നാം പറഞ്ഞു, മരണശേഷമായാലും മഹാന്മാരായ ആളുകൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ശുഹദാ, സ്വാലിഹീങ്ങളെല്ലാം മരണശേഷവും അവരുടെ ആ ബന്ധം നിലനിൽക്കുന്നു. അവർക്ക് മരണശേഷം ഒന്നും കേൾക്കാൻ കഴിയാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ദുആ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതവും മരണവും സമമാണ്. ജീവിതത്തിൽ അവർക്കുള്ള എല്ലാവിധ ആദരവുകളും ബഹുമാനങ്ങളും അത് മരണശേഷവും നിലനിൽക്കുന്നു എന്നും, ജീവിതത്തിൽ നാം അവരെ എങ്ങനെയാണോ സമീപിക്കുന്നത് അതുപോലെ തന്നെയാണ് മരണശേഷവും അവരെ സമീപിക്കേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ, ഈ കാര്യങ്ങൾ ശരിവെക്കുന്ന ഒന്ന് രണ്ട് ഉദ്ധരണികൾ കൂടി ഞാൻ ഉദ്ധരിക്കാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന നമ്മുടെ പുരോഗതി, പ്രത്യേകിച്ച് ആത്മീയമായ പുരോഗതി, അല്ലാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കുക എന്ന ആ അല്ലാഹുവിലേക്കുള്ള എത്തിപ്പെടൽ, അതിന് മഹാന്മാരുടെ ബന്ധത്തെ, മഹാന്മാരുമായുള്ള സഹവാസത്തെ, അവരുമായുള്ള ബന്ധത്തെ, അല്ലെങ്കിൽ അവരുടെ ജാഹിനെ, അവരുടെ മഹത്വത്തെ, വളർമ്മയെ ഉപയോഗപ്പെടുത്തുക എന്നത് അടിസ്ഥാനപരമായി അംഗീകരിച്ചതായതുകൊണ്ട് തന്നെ ആ ആയത്തിൽ തന്നെ അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ് ഖുർആന്റെ പ്രയോഗം. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഞങ്ങൾ ആരാണ്? ഞങ്ങൾ അവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ബഹുവചനമായിട്ടാണല്ലോ പറയുന്നത്. ഇയ്യാക അഅ്ബുദു ഒറ്റക്ക് പറയാലോ നമുക്ക്. ഒറ്റക്ക് നാം നമസ്കരിക്കുകയാണെങ്കിലും ഒറ്റക്ക് ഫാത്തിഹ ഓതുകയാണെങ്കിലും ഒക്കെ നഅ്ബുദു ആണ്. ഞങ്ങൾ ഇയ്യാക നസ്തഈൻ ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു എന്നാണ്. അതുപോലെ ഇഹ്ദിന ഞങ്ങളെ ഹിദായത്താക്കണം എന്നാണ്. ഇങ്ങനെയൊക്കെ ആ ബഹുവചനമായി പ്രയോഗിച്ചതിന്റെ പൊരുളെന്താ? നാം ഇന്ന് ബഹുമാനിച്ച് പറയേണ്ട രംഗമല്ലല്ലോ. ഒറ്റക്ക് പറയുമ്പോ നമ്മൾ രാജാക്കന്മാരൊക്കെ പറയുന്നത് പോലെ, വലിയ വലിയ ആളുകൾ പറയുന്നത് പോലെ, ഇത് അള്ളാഹുവിനോട് വിനയം കൂടുതൽ പ്രകടിപ്പിക്കേണ്ട സമയമാണല്ലോ. പടച്ചവനോടല്ലേ പറയുന്നത്. അപ്പോ നാം എന്ന അർത്ഥത്തിലല്ലാതെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാൾ ചിലപ്പോൾ തന്നെ ബഹുമാനിച്ചിട്ട് നോം എന്ന് പറയും. ആ നാമല്ല അവിടെ. കാരണം അത് പ്രാർത്ഥനയുടെ മഖാമാണ്. അവിടെ വിനയമാണ്, താഴ്മയാണ് വെളിവാവേണ്ടത്. അപ്പൊ പിന്നെ ഞാൻ എന്ന് പ്രയോഗിക്കേണ്ടതിന് പകരം ഞങ്ങൾ എന്ന് എന്തുകൊണ്ട് പ്രയോഗിച്ചു? ഇത് വെറുതെ ആവാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനാണല്ലോ അത്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ കാരണം ഉണ്ടായിരിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാരത് വിവരിക്കുന്നുണ്ട്. തഫ്സീർ ബൈളാവി, തഫ്സീർ അബു സുഊദ് ഒക്കെ എടുത്തു നോക്കിയാൽ കാണാം. والضمير المستكن في الفعلين للقارئ ومن معه من الحفظة وحاضر صلاة الجماعة أو له ولسائر الموحدين أدرج عبادته في تضاعف عبادتهم وخلط حاجته بحاجتهم لعلها تقبل ببركتها ويجاب إليها ولذا شرعت الجماعة. അടോ അവിടെ നാം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ തന്നെയും ഈ ഓതുന്ന വ്യക്തിയെയും തന്റെ കൂടെയുള്ള ഹഫലത്തായ മലക്കുകളെയും, ഹഫലത്തിൽപ്പെട്ട മലക്കുകളെയുമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളുകളെയുമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഔ ലഹു വലിസാഇരിൽ മുവഹ്ഹിദീൻ, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ മുവഹ്ഹിദീങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നവരൊക്കെ എല്ലാം ഞങ്ങൾ എന്ന് എന്തിന് പറഞ്ഞു അവിടെ? പിന്നെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റക്കല്ല, ഞങ്ങളെല്ലാവരും നിന്നെ ആരാധിക്കുന്നവരായ സ്വാലിഹീങ്ങൾ, ശുഹദാ, സുദ്ദീഖീങ്ങൾ, അംബിയാക്കൾ, മുർസലീങ്ങൾ,
മലായിക്കത്ത്, ഞങ്ങളെല്ലാവരും കൂടി നിന്നോട് സഹായം തേടുന്നു, ഞങ്ങളെല്ലാവരും കൂടി നിന്നെ ആരാധിക്കുന്നു എന്ന് ഇവൻ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴും ഒറ്റക്ക് ഈ പ്രാർത്ഥന നടത്തുമ്പോഴും അതങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ്? അദ്റജ ഇബാദത്തഹു ഫി തളാഇഫി ഇബാദതിഹിം വഖലത ഹാജതഹു ബിഹാജതിഹിം ലഅല്ലഹാ തുഖ്ബലു ബിബറകാതിഹാ വയുജാബു ഇലൈഹാ. ഇവന്റെ ഇബാദത്തിനെ മറ്റുള്ളവരുടെ ഇബാദത്തിന്റെ കൂടെ ചേർത്തി പറഞ്ഞു. ഞാൻ ഒറ്റക്കല്ല റബ്ബേ, ഞാൻ ഒറ്റക്ക് നിന്നെ ആരാധിക്കുന്നു എന്ന് പറയാനൊന്നും ഞാനില്ല. നിന്റെയോട് ദുആ ചെയ്തുകൊണ്ട് വാങ്ങാനോ മാത്രമുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. ഞാനൊരു പാപിയാണ്, ദോഷിയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ്. അപ്പോ അങ്ങനെ സമ്മതിച്ചിട്ട് പറയാ, ഞാന് അങ്ങനെയാണെങ്കിലും ഇവരുടെ ഒക്കെ കൂടെയാണ്, ആ മഹത്തുക്കളുടെ കൂടെ ഞാനിതാ വരുന്നു. ആ മഹത്തുക്കളായ നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന അമ്പിയാക്കൾ, മലക്കുകൾ, സ്വാലിഹീങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ കൂട്ടത്തിൽ ഒരംഗമായി എന്നെയും നീ പരിഗണിക്കണം എന്ന നിലക്ക് അതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ ബർക്കത്ത് കൊണ്ട് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചെയ്തത് എന്ന് തഫ്സീർ ബൈളാവിയാണ് ഉദ്ധരിച്ചത്. അതേ അർത്ഥത്തിൽ തഫ്സീർ അബു സഊദിലും കാണാം, വൈസാറു സീഗത്തിൽ മുതക്കല്ലിമി മഅൽ ഗൈരി ഫിൽ ഫിഅലൈനി ലിൽ ഈദാനി ബിഖുസൂരി നഫ്സിഹി. തന്റെ ശരീരം വളരെ മോശമാണ്, താൻ വളരെ പാപിയാണ്. وعدم لياقته للوقوف في مواقف الكبراء منفردا. ഒറ്റക്ക് വലിയവരൊക്കെ അല്ലെങ്കിൽ കിബിരിയായി ആ മഹത്വത്തിന്റെ സ്ഥാനങ്ങളിൽ വന്നു നിൽക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. വഅർദുൽ ഇബാദത്തി, ഒറ്റക്ക് എന്റെ ഇബാദത്തിന് മാത്രം അല്ലാഹു ഇതായി ഞാനിതാ ചെയ്യുന്നു എന്ന് പറയാനുള്ള യോഗ്യതയൊന്നുമില്ല. വസ്തിദാഇൽ മഊനത്തി വൽ ഹിദായത്തി മുസ്തഖില്ലൻ, അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ ഹിദായത്തും ഒറ്റക്ക് നേടിയെടുക്കാനുള്ള യോഗ്യത തനിക്കില്ലെന്ന് തന്റെ വിനയവും തന്റെ എളിമയും കാണിക്കുകയാണ്. മറിച്ച് എന്നദാലിക ഇന്നമാ യുതസവ്വറു മിൻ ഇസാബത്തിൻ ഹും മിൻ ജുംലതിഹിം വജമാഅത്തിൻ ഹുവ മിൻ സുംറതിഹിം. മഹാന്മാരായ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിലായും കൊണ്ടാണ് ഞാൻ വരുന്നത്, അങ്ങനെ എനിക്ക് കിട്ടാൻ വകുപ്പുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് അവരുടെ കൂട്ടത്തിലായി വരുന്നു എന്ന അർത്ഥമാണ് അത്. ആ അർത്ഥം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ നഅ്ബുദു എന്നും നസ്തഈൻ എന്നും പ്രയോഗിച്ചത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് വിവരിക്കുന്നു. നോക്കണം, അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ആ നിലക്കാണ് ആ ആയത്തിൽ പോലും പ്രയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പോ അതാണ് നമ്മൾ പറഞ്ഞത്. അവരെയൊക്കെ അവരുടെ ജാഹ്, അവർക്ക് അല്ലാഹുവിന്റെ അടുത്ത് പ്രത്യേക ബഹുമാനമുണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ അടുത്ത് പ്രത്യേക സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ, ആ ബഹുമാനത്തെ അവരെ നമ്മൾ സ്നേഹിക്കുക, അവരുമായി ബന്ധപ്പെടുക, അവരുമായി ആത്മീയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആ ബന്ധത്തെ അതിന് ഉപയോഗപ്പെടുത്തുക. അതിന്റെ ഭാഗമാണ് അവരെ കൊണ്ട് തബറുക്കെടുക്കുക, അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുക, അവരെ കൊണ്ട് ഇസ്തിഗാസ ചെയ്യുക എന്നതൊക്കെ. കാരണം യഥാർത്ഥത്തിൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് തവസ്സുലാണ്. അത് ബിഗയയിൽ നോക്കിയാൽ കാണാം. ബിഗയയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നമ്മുടെ ഒക്കെ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും വിശ്വാസം അള്ളാഹുവാണ് രോഗം മാറ്റിത്തരുന്നവൻ എന്നാണ്. മറിച്ച് അള്ളാഹു അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി രോഗം മാറ്റിത്തരുമെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അത് അതിന്റെ എല്ലാ കാര്യവും ചെയ്യുന്നത് അവൻ തന്നെ, അതിനൊക്കെ തൗഫീഖ് തരുന്നതും അവൻ തന്നെ. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തിയെയും അള്ളാഹുവാണ്. അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരു കാര്യം നമ്മുടെ പരിധിയിൽപ്പെട്ടതാണെന്ന് നമുക്ക് തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. അത് അപ്പോൾ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അതിനുള്ള കണക്ഷൻ അപ്പോൾ ലഭിക്കണം, ആ ഖുവത്ത് അപ്പോൾ ലഭിക്കണം. അത് ആണ് ആ പറയുന്നത്, എല്ലാറ്റിനെയും ചെയ്യുന്നവൻ അള്ളാഹു ആകുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. പിന്നെ നാം മറ്റുള്ളവരിലേക്ക് ഈ കാര്യങ്ങളെ ചേർക്കുന്നതൊക്കെ മജാസായിട്ടാണ്. അവരതിൽ കാരണങ്ങളാണ് എന്ന രൂപത്തിൽ മാത്രമാണ് അർത്ഥം, യഥാർത്ഥ അർത്ഥത്തിലല്ല. അത് ചെറുതായാലും വലുതായാലും അങ്ങനെ തന്നെ. വലിയ വിഷയം അങ്ങനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹിദായത്ത് അള്ളാഹു തരുന്നതാണ് എന്ന റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ഹിദായത്താക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹിദായത്ത് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവരും മറ്റുള്ളവരിലേക്ക് ചേർത്തിട്ടില്ലേ? ജീവിപ്പിക്കുന്നവൻ ഞാനാണെന്ന് ഒരു നമ്രൂദ് പറഞ്ഞപ്പോ അത് കുഫറിന്റെ അടയാളമായി. എന്നാൽ ബഹുമാനപ്പെട്ട ഈസാ നബി പറയുന്നത് തൗഹീദിന്റെ അടയാളമാണ്. എന്താ വ്യത്യാസം? ആ രണ്ടിലും അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ സമ്മതപ്രകാരം എന്ന രൂപത്തിൽ, അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ എന്ന രൂപത്തിലുമൊക്കെ ആകുമ്പോൾ അതിന്റെ അർത്ഥം എന്താകുന്നു? യഥാർത്ഥത്തിൽ ഈ തവസ്സുലിന്റെ അർത്ഥമാണാകുന്നത്. ഡോക്ടറല്ല രോഗം മാറ്റിത്തരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഡോക്ടറെ നിങ്ങളിത് മാറ്റിത്തരണം എന്ന് പറയുന്നതും ഡോക്ടറെ നിങ്ങൾ ചികിത്സിക്കണം എന്ന് പറയുന്നതും ഒക്കെ ഒരർത്ഥത്തിലാണ്, മറ്റൊരർത്ഥം അതിനില്ല.
കാരണം ഡോക്ടറല്ല മാറ്റുന്നത് ഇവന് ഉറപ്പാണ്. പിന്നെന്താ അതിന്റെ അർത്ഥം? ആ ഡോക്ടർ അതിൽ കാരണമാണ്. അതെന്നെ രണ്ട് പറയുമ്പോഴും നിങ്ങളിത് മാറ്റിത്തരണം എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഡോക്ടറാണിത് മാറ്റുന്നത് ഒരു മൂമിന് വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വസിച്ച അവിടെ തന്നെ ശിർക്ക് വന്നു പോയി. പിന്നെ ഡോക്ടറോട് പോയി ചോദിക്കൊന്നും വേണ്ട. അതാണ് യഥാർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. ഇത് മരണശേഷവും അവർക്ക് ഈ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയും. അത് നമ്മൾ വളരെ കൃത്യമായ തെളിവുകളോടുകൂടെ മുന്നേ നാം വിവരിച്ചു. ഇനി നിങ്ങൾ നോക്ക്, ജീവിതകാലത്ത് അവരോട് എങ്ങനെയാണോ ബന്ധപ്പെടുന്നത് അതുപോലെ തന്നെയാണ് മരണശേഷവും അവരോട് ബന്ധപ്പെടേണ്ടത് എന്ന് വളരെ കൃത്യമായി മഹാന്മാരായ സഹാബത്ത് മനസ്സിലാക്കിയത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അത് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിജാലുഹു റിജാലു സഹീഹി, അതിന്റെ റിജാല് റിപ്പോർട്ടർമാരെല്ലാം സഹീഹിന്റെ റിപ്പോർട്ടർമാരാണ്. സഹീഹായ ബുഖാരിന്റെ മുസ്ലിമിന്റെ ഒക്കെ റിപ്പോർട്ടർമാരാണ് എന്നർത്ഥം. സഹീഹായ സനദ് സഹിതം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാം. ഒരുപാട് കിതാബുകൾ ഇതുണ്ട്, താരീഖിലുണ്ട്, മറ്റുണ്ട്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മജ്മഉ സവാഇദ് ജുസു 9 37 പേജിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ റിജാലു സഹീഹിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഹദീസ്, ആ ഹദീസിൽ എന്താ പറയുന്നത്? കുന്തു അദ്ഖുലു ബൈതി അല്ലദി ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവിന്റെ വീട്ടിലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദഫൻ ചെയ്തത്, ഖബറടക്കിയത്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പിന്നെ ആ വീട് പകുത്ത് എന്നിട്ട് ഇപ്പുറത്തൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ ഇടക്കിടക്ക് അവിടെ പോയി സിയാറത്ത് ചെയ്യും. അവർ പറയാണ് കുന്തു അദ്ഖുലു ബൈതി അല്ലദി ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ആ എന്റെ വീടുണ്ടല്ലോ അവിടേക്ക് ഞാൻ പ്രവേശിക്കാറുണ്ടായിരുന്നു. വ അബി, എന്റെ ഉപ്പയും ഉള്ള ആ റൂമിലേക്ക് ഞാൻ പ്രവേശിക്കാറുണ്ടായിരുന്നു. എന്റെ ഉപ്പയും റസൂലുള്ള പിന്നീട് സിദ്ദീഖെന്നവരെ അവിടെ ഖബറടക്കി, അവിടെ ഞാൻ അങ്ങോട്ട് കടക്കാറുണ്ടായിരുന്നു. ഫഅലഉ സൗബി, അപ്പൊ ഞാൻ വസ്ത്രമൊക്കെ മുഴുവനും മറക്കൊന്നുമില്ല. കാരണം വഅഖൂലു, ഞാൻ പറയും, വസ്ത്രമൊക്കെ എടുത്തു വെക്കും, ഞാൻ തലമറച്ചോളണമെന്നില്ല, അത്രത്തോളം സൂക്ഷിച്ചോളണമെന്നില്ല. കാരണം വഅഖൂലു, ഞാൻ പറയും, ഇന്നമാ ഹുവ സൗജി വ അബി, ഒന്നെന്റെ ഉപ്പയാണ് ഒന്നെന്റെ ഭർത്താവാണ് എന്ന നിലക്ക് ഞാൻ അങ്ങനെ സൂക്ഷിക്കാതെ കടക്കും. എന്നാൽ ഫലമ്മാ ദുഫിന ഉമറു മഅഹും, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇവരുടെ കൂടെ ദഫൻ ചെയ്തപ്പോൾ, ഖബറടക്കിയപ്പോൾ, ഫവല്ലാഹി മാ ദഖൽതുഹു ഇല്ലാ വഅന മസ്തൂദത്തുൻ അലയ്യ സൗബി, അല്ലെങ്കിൽ സിയാബി, ഞാൻ പിന്നെ അങ്ങോട്ട് വല്ലാഹി, റബ്ബിനെ തന്നെ സത്യം, മാ ദഖൽതുഹു, പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് കടന്നിട്ടില്ല, ഇല്ലാ വഅന മസ്ദൂദത്തുൻ അലയ്യ സിയാബി, ഞാൻ ശരിക്ക് എല്ലാം മറച്ചിട്ടല്ലാതെ, എല്ലാം മറച്ചിട്ട് ശരിക്ക് വസ്ത്രം അണിഞ്ഞുകൊണ്ടല്ലാതെ ഞാൻ പിന്നെ അങ്ങോട്ട് കടന്നിട്ടില്ല. എന്തുകൊണ്ട്? ഹയാഅൻ മിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ലജ്ജിച്ചുകൊണ്ട്. ഉമർ എന്നൊരു അന്യരാണല്ലോ ആയിഷ ബീവിക്ക്, ഉമർ എന്നൊരു അജ്നബിയാണല്ലോ. അപ്പൊ ഉമർ എന്നവര് അവിടെ പോയി കിടന്നപ്പോ പിന്നെ ഞാൻ അത് സൂക്ഷിച്ചിട്ടേ കടന്നിട്ടുള്ളൂ. ഇത് നോക്ക്, ഇതെന്തൊരു തൗഹീദാണ് ഈ പറയുന്നത്? ആരാ ഈ പറയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് ഈ പറയുന്നത്. ഇവിടെ അടിസ്ഥാനപരമായി എല്ലാം പൊളിയാണ്. ശത്രുക്കളുടെ എല്ലാ ജൽപ്പനങ്ങളും ഇവിടെ പൊളിയാണ്. നമുക്കിത്രേ വരേണ്ടതുള്ളൂ. ജീവിതകാലത്തും അവരുടെ ജീവിതകാലവും മരണകാലവും ശരിയാന്ന് വന്നാൽ മതി, ഒരുപോലെ ഒന്ന് വന്നാൽ മതി. അതാണ് ഇവിടെ കണ്ടത്. വളരെ കൃത്യമായ തെളിവാണ്, ആരുടെ മുന്നിലും ധൈര്യസമേതം പറയാൻ പറ്റിയ തെളിവാണ്. ഒരു കുഴപ്പവും അതിനില്ല. സഹീഹായ ഹദീസാണ്, മനസ്സിലാക്കണം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു വർത്താനാണ് പറഞ്ഞത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്നിന്റെ ഉപ്പയാണ് ഒന്നിന്റെ ഭർത്താവാണ്. അപ്പൊ ഞാൻ എന്തിനാ മറക്കണം? അതേ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ദഫൻ ചെയ്തപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഹയാഅൻ, മരിച്ചുപോയി, മണ്ണായി, മണ്ണും പൊടിയായി എന്നൊക്കെ പറയുന്ന ജന്തുക്കളുണ്ടല്ലോ, അവരിതിനെന്താ പറയാ? ആ മണ്ണിനെ തൊട്ട് എന്തിനാ ലജ്ജിക്കുന്നത്? എന്തിനാ ലജ്ജിക്കുന്നത്? മഹത്തുക്കളൊക്കെ അവരൊക്കെ മരിച്ചുപോയതോടെ അവരിതെല്ലാം കഴിഞ്ഞു, അവർ മണ്ണായി ചേർന്നു, അവർ പൊടിയായി, അവർ ചെതലായി എന്നൊക്കെ പറയുന്നവര് എന്താണ് ഇതിന് പറയാ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് തിരിയാത്തത് ഇവന്മാർക്ക് തിരിഞ്ഞത്? എത്ര കൃത്യമായ വിഷയമാണിത്. അപ്പോൾ
അത് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റു പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമാണ്. ജീവിതത്തിൽ അവരുടെ അവസ്ഥ എന്തോ അത് തന്നെയാണ് മരണശേഷവും അവർക്കുള്ള അവസ്ഥ. പിന്നെ പല ഉദാഹരണങ്ങളും നാം മുന്നേ വിവരിക്കുകയും ചെയ്തു. പല സഹാബികളുടെയും ചരിത്രങ്ങളൊക്കെ നാം മുന്നേ വിവരിച്ചിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഓർമ്മയാക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചരിത്ര ഗ്രന്ഥങ്ങൾ. പിന്നെ ചരിത്രത്തിലല്ലേ കാണുക, ആയത്തിലും ഹദീസിലൊക്കെ ഉള്ളത് പലതിപ്പോ നമ്മൾ പറഞ്ഞുപോയി. ഇനി അതിന് ശേഷമുള്ള സംഭവങ്ങൾ എവിടെ കാണുക? ചിലതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥത്തിലുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എണ്ണമറ്റ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ചരിത്ര പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, ചരിത്രം എന്ന് പറഞ്ഞാൽ വെറും ചരിത്രമല്ല, ഈ റിജാലുകളെ സംബന്ധിച്ചൊക്കെ പറയുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖനാണ്, ഒരു പണത്തൂക്കം വിദഅകൾ മുൻഗണന നൽകുന്ന വ്യക്തിയുമാണ് ആര്? ഇമാം ദഹബി. ഇമാം ദഹബി തന്റെ ദഹബിയുടെ കിതാബ് ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി വ്യക്തമായി ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നത് കാണാം. എന്നിങ്ങനെ മഹാന്മാരെ ചരിത്രം ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവസാനിപ്പിക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ ഖബർ ബഹുമാനിക്കപ്പെടുന്ന ഖബറാണ്, സിയാറത്ത് ചെയ്യപ്പെടുന്ന ഖബറാണ് എന്നിങ്ങനെ പല ഇമാമിയങ്ങളുടെയും ഖബറുകളെ സംബന്ധിച്ച് പറയുന്നത് ദഹബിയുടെ ഗ്രന്ഥത്തിൽ ധാരാളമായി കാണാം. ഒന്നും രണ്ടും സംഭവം എന്നല്ല, ഒരുപാട് കാണാം. മനസ്സിലായോ? അത് തിറിയാഖുൽ മുജറബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഅറൂഫുൽ കർഹിയുടെ ഖബർ തിറിയാഖുൽ മുജറബാണ്, ഒറ്റമൂലിയാണ്, സിദ്ധൌഷധം പോലെയാണ്. അപ്പൊ അവരുടെ ഒന്നും കാലത്ത് അതൊരു വിഷയമല്ല എന്നർത്ഥം. അങ്ങനെ ഖബർ ആദരിക്കലും ഖബറിന്റെ അടുത്ത് പോകലും സിയാറത്ത് ചെയ്യലും അതിനാലത് ചെയ്യുന്നത് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. ഒരു വിഷയമാവാതെ വ്യാപകമായി നടന്നിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. അതുപോലെ ഇമാം ബുഖാരിയുടെ തന്നെ ചരിത്രം നോക്ക്. ഹാഫിദുൽ ദഹബി തദ്കിറത്തുൽ ഹുഫാദിൽ പറഞ്ഞതായിട്ട് കാണാം. ഇമാം ബുഖാരിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാന ശൈഖൻ നഹീഫൻ, മെലിഞ്ഞ ഒരാളായിരുന്നു ഇമാം ബുഖാരി തങ്ങള്. ലൈസബി ത്വീലിൻ വല ഖസീരൻ, വലിയ നീണ്ട ആളുമല്ല എന്നാൽ കുറിയ ആളുമല്ല. ഒരു നേരെ കറുപ്പിനോട് ചായവെള്ള വെളുപ്പാണ്, വെള്ളയല്ല. കാന യഖൂലു, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഞാൻ 18 വയസ്സായപ്പോ ഞാൻ സഹാബത്തിന് താബിയങ്ങളുടെ ചരിത്രങ്ങളൊക്കെ പഠിച്ച് അതൊക്കെ രേഖപ്പെടുത്താൻ തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് സന്നഫ്തു താരീഖ എന്ത ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ താരീഖ്, അദ്ദേഹത്തിന്റെ കിതാബ്, അദ്ദേഹത്തിന്റെ താരീഖ് എന്റെ ഇമാം ബുഖാരിക്ക് ഒരു കിതാബ് ഉണ്ടല്ലോ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ ഇരുന്നിട്ടാണ്. ഫിൽ ലയാലിൽ മുഖ്മിറ, ചന്ദ്രനുള്ള രാവുകളിൽ അവിടെ ഇരുന്നിട്ടാണ്, ആ നിലാവെളിച്ചത്തിലാണ് ഞാൻ ഇരുന്നുണ്ടാക്കിയത് എന്നൊക്കെ മൂപ്പര് പറഞ്ഞതായിട്ട് മറ്റു പലയിടത്തുണ്ടത് ആ സംഭവങ്ങൾ. അപ്പൊ അതിനൊക്കെ അവര് പ്രത്യേകത കാണുമായിരുന്നു. അവിടെ ഇരിക്കുന്നതിനും അവരുമായുള്ള ബന്ധത്തിനൊക്കെ പ്രത്യേകത കണ്ട ആളുകളായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അടക്കമുള്ള മുഹദ്ദിഥീങ്ങൾ. അതിന്റെ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ റാവിയാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്, അല്ലെ? പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ എന്നവരുടെ ചരിത്രം ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, മുന്നേ ക്ലാസ്സിലും. ഓർമ്മയുള്ളവർ ഒന്ന് അടിച്ചാൽ തിരക്കില്ല, അല്ലെങ്കിൽ അത് പറയണ്ടല്ലോ. വഴിക്ക് വഴിയായി അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് ഇമാം ബുഖാരിയുടെ റാവികളിൽപ്പെട്ട ആളാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ, താബിഇയാണ്. മുൻകദിർ എന്നവര് ബഹുമാനപ്പെട്ട ആയിഷ ബീവിന്റെ ഖാലാണ്, ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, അമ്മാമാരിൽ പെടും. അവരുടെ മകനാണ് ആര്? മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ എന്നവര്. അദ്ദേഹം മഹാപണ്ഡിതനാണ്. സഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹത്തെ തൊട്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സഹീഹുൽ ബുഖാരി അംഗീകരിച്ച വിശ്വസ്തനായ മഹാപണ്ഡിതനാണ് എന്നർത്ഥം. അദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാന മിൻ മആദിനി സിദ്ഖി വയജ്തമിഉ ഇലൈഹി സ്വാലിഹൂന, മആദിനു സിദ്ഖിൽപ്പെട്ട ആളാണ്. സിദ്ഖിന്റെ സങ്കേതമായിരുന്നു, സത്യത്തിന്റെ സങ്കേതമായിരുന്നു, ഉറവിടമായിരുന്നു. സ്വാലിഹീങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ എങ്ങനെ ഇരിക്കും, അദ്ദേഹത്തിലേക്ക് ഒരുമിച്ച് കൂടും. അക്കാലത്തെ സ്വാലിഹീങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പൊരുത്തം, അദ്ദേഹത്തിന്റെ ഉപദേശം കിട്ടാൻ വേണ്ടി അവിടെ ചെന്നിരിക്കും. അങ്ങനത്തെ മഹാപണ്ഡിതൻ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ഖബറുങ്ങൾ അദ്ദേഹത്തിന് ചിലപ്പോ ചെവിക്ക് ചില കേൾവിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അങ്ങനെ വന്നാൽ മഹാനവറുകൾ പോയി فكان يصيبه صمات فكان يقوم كما هو حتى يضع خده على قبر النبي صلى الله عليه وسلم. റസൂലുള്ളാഹിയുടെ ഖബറിനെ പോയിട്ട് ആ കവളും ഇങ്ങനെ വെക്കും, അങ്ങനെ സുഖമായിട്ട് വരും. അപ്പൊ അത് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്കിങ്ങനെ എന്ത് ബുദ്ധിമുട്ട് ചെയ്താലും എനിക്കിങ്ങനെ ഇന്നഹു യുസീബുനി ഖതറുൻ ഫഇദാ വജദ്തു ദാലിക ഇസ്തഅൻതു ബിഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഇബ്നു മുൻകദിറിനെ തള്ളിയിട്ട് പിന്നെ എങ്ങനെ ബുഖാരിനെ എടുക്കല്? റസൂലുള്ളാഹിയുടെ ഖബർ കൊണ്ട് ഞാൻ സഹായം തേടുമായിരുന്നു എന്ന് താബിഈങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ സഹാബത്ത് താബിഈങ്ങൾ പാരമ്പര്യമായി നിലനിൽക്കുന്നതാണ് ഈ മാർഗം. വകാന യഅതി മൗലുഅൻ മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് മൂപ്പര് പോവും. മസ്ജിദുൻ നബവിയിലാണ് മൂപ്പര് ഉണ്ടായിരുന്നത്. അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നിട്ട് യതമറഗു ഫീഹി വയൽതജിഉ, അവിടെ പോയി കിടന്ന് മുത്തി മണക്കും ആ ഭാഗത്തെ. എന്താണ്? മസ്ജിദുൻ നബവിയിലെ ഒരു സ്ഥലത്ത് പോയി അവിടെ മുത്തി മണക്കും. അവിടെ ഇങ്ങനെ ശരീരം മുഖട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കും. അവിടെ കിടന്ന് അതിനെ ചുംബിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് അതെന്താ നിങ്ങൾ ആ സ്ഥലത്ത് ഇത്ര പ്രത്യേകത കാണാൻ കാരണം എന്ന് ഫഖീല ലഹു ഫി ദാലിക ഫഖാല ഇന്നി റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന്. നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ ഇരിക്കുന്നത് സ്വപ്നം കണ്ടു എന്നാണ്. മരണശേഷമുള്ള കാണല ഏതായാലും റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം. കാരണം മൂപ്പര് താബിഈയാണ്. അപ്പൊ ആ കണ്ടു എന്നുള്ളതിന്റെ അർത്ഥത്തിൽ റസൂലുള്ളാഹിയുടെ യഥാർത്ഥത്തിലുള്ള ജീവിതകാലത്തുള്ള ആ കാണലല്ല, അത് ഇവിടെ ഇരിക്കുന്നത് കണ്ടു. ആ സ്ഥലത്തെ ബഹുമാനിച്ചിട്ട് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ എന്ന ലോകം കണ്ട താബിഈങ്ങളുടെ ഉലമാക്കളിൽപ്പെട്ട മഹാപണ്ഡിതൻ, മഹാസൂഫിയായ മനുഷ്യൻ, അദ്ദേഹം അവിടെ പോയിട്ട് ചുംബിക്കുകയും അതുകൊണ്ട് ബർക്കത്തെടുക്കുകയും ചെയ്യുമായിരുന്നു ആണോ. അപ്പൊ ഇതാണ് ആകെ നടക്കുന്നത്. അങ്ങനെ സഹാബത്തും താബിഈങ്ങളും കാണിച്ചു തന്നത്. ഇനി അയിമത്തിനെടുത്ത് നോക്ക്, അയിമത്ത് മുഴുവനും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ എന്ന് പറഞ്ഞ സഹീഹിന്റെ മുസന്നിഫല്ലേ? സഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾക്ക് കിതാബുണ്ട്. നമ്മളൊക്കെ ധരിക്കുന്ന മഹാപണ്ഡിതനാണ്, എല്ലാവരും അംഗീകരിക്കുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഹദീസിന്റെ കിതാബുണ്ട് സഹീഹ് ഇബ്നു ഹിബ്ബാൻ. സിഖാത്ത് ഇബ്നു ഹിബ്ബാൻ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് അവരാരെ സ്വീകരിക്കാൻ പറ്റും, അവരെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന തർജുമ, അവരുടെ ചരിത്രം വിവരിക്കുന്ന കിതാബ് സിഖാത്ത് ഉണ്ട്. അങ്ങനെ പല കിതാബുകളുള്ള മഹാൻ കിതാബ് സിഖാത്തിൽ വിവരിക്കുക. കിതാബ് സിഖാത്തിൽ ആരുടെ ഭാഗം വിവരിക്കുന്നു? ഇമാം അലി ഇബ്നു മൂസ റളിയല്ലാഹു, അദ്ദേഹത്തിന്റെ ചരിത്രം വിവരിക്കുന്നിടത്ത് പറയാണ്, പിന്നെ വഖബറുഹു ബിസനാബാദ് ഖാരിജൻ നൗഖാൻ മഷ്ഹൂറുൻ. അലി ഇബ്നു മൂസ റളിയല്ലാഹുയുടെ ഖബർ മഷ്ഹൂറാണ്, എല്ലാവർക്കും അറിയാം. യുസാറു, അത് സിയാറത്ത് ചെയ്യപ്പെടാറുണ്ട്. ബിജംബി ഖബറി റഷീദി, റഷീദിന്റെ ഖബറിന്റെ അരികിൽ തന്നെയാകുന്നു. ഹാറൂൺ റഷീദിന്റെ ഖബറിന്റെ അരികിൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഖദ് സുർത്തുഹു മിറാറൻ കസീറാ, ഞാൻ ഒരുപാട് വട്ടം ആ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വമാ ഹല്ലത്ത് ബി ഷിദ്ദത്തുൻ, എന്നല്ല എനിക്ക് ഒരു വെറുതെ പോയിട്ട് സലാം പറഞ്ഞു പോരുന്നല്ല. വമാ ഹല്ലത്ത് ബി ഷിദ്ദത്തുൻ, എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട് നേരിടുകയും ഫി വഖ്തി മുഖാമി ബിത്തൂസ്, ആ ഭാഗത്ത് ഞാൻ താമസിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, അലി ഇബ്നു മൂസ റളിയല്ലാഹുയുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്യുകയും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ തവസ്സുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തിട്ടില്ല. ഇല്ലസ്തുജീബ ലി, എനിക്ക് എന്തായിട്ടല്ലാതെ ഉത്തരം ചെയ്തിട്ടല്ലാതെ. വസാലത്ത് അന്നി തിൽക ശിദ്ദ, ആ ബുദ്ധിമുട്ട് എന്നെ തൊട്ട് നീങ്ങിയിട്ടല്ലാതെ ഇല്ല. വഹാദാ ശൈഉൻ ജറബ്തുഹു മിറാറൻ, പലവട്ടം ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണിത്. വജദ്തുഹു കദാലിക, എപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്. അമാതനല്ലാഹു അലാ മഹബ്ബത്തിൽ മുസ്തഫ വ അഹ്ലി ബൈതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മളെ റസൂലുള്ളാഹിയെയും അഹ്ലി ബൈത്തിനെയും സ്നേഹിക്കുന്നവരായി ജീവിപ്പിച്ച് മരിപ്പിക്കട്ടെ എന്ന് മൂപ്പര് ദുആക്ക് അത് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അടയാളമായിട്ടാണ് മൂപ്പര് അതിനെ കണ്ടത്. അതുപോലെ സഹീഹ് ഇബ്നു ഖുസൈമ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് എനിക്ക് തോന്നുന്നു, എന്തായാലും ഒന്നുകൂടി ഉണർത്തുന്നു. സഹീഹ് ഇബ്നു ഖുസൈമ ഇതുപോലെ മറ്റൊരു മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ് ഇബ്നു ഖുസൈമ. അദ്ദേഹത്തിന് സഹീഹ് ഉണ്ട്, അദ്ദേഹത്തിന് സഹീഹ് ഇബ്നു ഖുസൈമ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹീഹ് ഉണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ തങ്ങൾ, ആര്? ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തഹ്ദീബിൽ പറയാം, وسمعت أبا بكر محمد بن المؤمل بن الحسن بن عيسى يقول خرجنا مع إمام أهل الحديث
അഹ്ലുൽ ഹദീസിന്റെ ഹദീസ് പണ്ഡിതന്മാരുടെ ഇമാം ആയ അബൂബക്കർ ഇബ്നു ഖുസൈമ എന്നവരുടെ കൂടെ ഞങ്ങൾ ഒരു ദിവസം പുറപ്പെട്ടു. ആര് പറയാ? അബൂബക്കർ ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ പറയാണ്, ഞങ്ങളൊരിക്കൽ അഹ്ലുൽ ഹദീസിന്റെ മുഹദ്ദിസീങ്ങളുടെ നേതാവായ അബൂബക്കർ ഇബ്നു ഖുസൈമ എന്നവരുടെ കൂടെ വഅദീലിഹി, അദ്ദേഹത്തിന്റെ തുണക്കാരൻ മറ്റൊരാൾ അബു അലി യസ്സഖഫി എന്നവരുടെ കൂടെ മഅ ജമാഅത്തിൻ മിൻ മശായിഖിന, നമ്മുടെ മശായിഖന്മാരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഇവർ മാത്രമല്ല, പിന്നെ നമ്മളെ മശായിഖന്മാർ കുറേയുണ്ട്, ബഹുമാനപ്പെട്ട മശായിഖന്മാർ കുറേയുണ്ട്, അവരുടെ നേതാവായ ഈ രണ്ടാളുകളുണ്ട്. വഹും ഇദ്ദാക മുതവാഫിറൂൻ, എന്നിട്ട് ഇവർ പറയാ അവരന്ന് കുറച്ചൊന്നല്ലല്ലോ ഉള്ളത്. വഹും ഇദ്ദാക മുതവാഫിറൂൻ, അങ്ങനത്തെ ആളുകൾ ആ ജാതി മശായിഖന്മാരൊക്കെ അന്ന് മുതവാഫിരീങ്ങളാണല്ലോ, ധാരാളം ഉണ്ടായിരുന്നല്ലോ. അവരുടെ കൂടെ ഞങ്ങൾ എന്തിനു പോയി? പുറപ്പെട്ടു. ഞങ്ങൾ പുറപ്പെട്ടു. എവിടുക്കാ പുറപ്പെട്ടത്? ഇലാ സിയാറത്തി ഖബ്രി അലി ഇബ്നു മുസർറിള എന്നവരുടെ ഈ ഖബർ സിയാറത്ത് ചെയ്യാൻ. നേരത്തെ ഇബ്നു ഹിബ്ബാൻ പറഞ്ഞില്ലേ, അതേ മഹാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി തൂസില്. ഖാല, എന്നിട്ട് മൂപ്പര് പറയാണ്, ഫറഅയ്തു മിൻ തഅളീമിഹി, ഇബ്നു ഖുസൈമ എന്നവര് അദ്ദേഹം ബഹുമാനിക്കുന്നത് ലിതിൽക്കൽ ബുഖ, ആ ഭൂമിയെ അവിടെ ചെന്നിറങ്ങിയപ്പോ തന്നെ ആ ഭൂമിയെ പോലും അലി എന്നൊരു അലി ഇബ്നു മുസർറിള അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാനാണ്, അവർ കിടക്കുന്ന ഭൂമിയിൽ കണ്ട് ചെന്നപ്പോൾ ആ ഇബ്നു ഖുസൈമ എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ അദ്ദേഹം ആ മണ്ണിനെ ബഹുമാനിക്കുന്നത് ഞങ്ങൾ കണ്ടു. മിൻ തഅലീമിഹി, ബഹുമാനിക്കുന്നതിൽ നിന്ന്, വതവാലുഇഹി ലഹാ, ആ സ്ഥലത്തോടുള്ള അദ്ദേഹത്തിന്റെ വിനയവും, വതളറുഇഹി ഇൻദഹാ, അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ താഴ്മയിൽ നിന്നും ഞങ്ങൾ കണ്ടു. മാ തുഹയ്യിറുന, ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നത് കണ്ടു. സുബ്ഹാനല്ലാഹ്. ഇവരൊക്കെ മാറ്റിയിട്ട് ഈ അയിമ്മത്തിനെ മുഴുവനും വലിച്ചെറിയേണ്ട ഈ കള്ളന്മാര്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് നമ്മൾക്ക് ഇതൊക്കെ ശരിക്കും സമൂഹത്തിന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇതൊക്കെ കിട്ടുക. അപ്പൊ ഇവരൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ ഉദ്ധരിക്കുന്ന അയിമ്മത്തിനും മാറ്റിയിട്ട് പിന്നെ എവിടുന്ന് കൊടുന്ന ദീനാണ് ഈ ദീന്? ആർക്ക് വേണം പിന്നെ ആ ദീന്? ഒരു ഹദീസ് വിവരിച്ചാൽ ആ ഹദീസിന്റെ റുവാത്തിൽപ്പെട്ട റാവികൾ അവർ വിശ്വസ്തരാണോ അല്ലേ എന്ന് പരിശോധിക്കണം. ഇബ്നു ഹജർ ഇമാമ് വേണം. ഈ ഇബ്നു ഹജർ ഇമാമിന് തൗഹീദ് അറിഞ്ഞില്ല എന്നാ അവര്? അതുപോലെ അല്ലെങ്കിൽ ദഹബി വേണം, ഇമാം നവവി വേണം. പിന്നെ എവിടുന്നാ ഇവർക്ക് ദീൻ കിട്ടല്? പിന്നെ അയിമ്മത്ത് ഹുഫാദ്, ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ, ഇമാം ബുഖാരി അടക്കമുള്ള ആളുകളൊക്കെ തബറുക്കെടുക്കുന്നു, ബർക്കത്തെടുക്കുന്നു, ഖബർ സിയാറത്ത് ചെയ്യുന്നു. ചരിത്രം പരിശോധിച്ച ഒരുപാടുണ്ട്. ഞാൻ ചുരുക്കുന്നു, ഒരുപാടുണ്ട്. എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ ഒരുപാട് കാണാം. മുഹദ്ദിസ് അബു അലി അൽ ഖല്ലാൽ എന്നവരുടെ ഇമാം അബു ഹനീഫ റളിയല്ലാഹു തആലാന്റെ ഖബർ ഞാൻ അവിടെ ഉണ്ടാകുന്ന കാലത്ത്, ഞാൻ കൂഫയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ എപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി എപ്പോഴും സൂക്ഷിക്കുകയും മരണശേഷം ഇന്നതൊക്കെ ആ മുടി കൊണ്ട് ചെയ്യണം, 2-3 മുടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന രൂപത്തിൽ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്ത സംഭവം നമുക്ക് കാണാം. ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പണ്ഡിതന്മാരും മശായിഖന്മാരും മുൻഗാമികളും എല്ലാം തന്നെ ഈ രൂപത്തിലുള്ള ഒരു പരമ്പരയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ ചരിത്രം അടുത്തറിഞ്ഞവർക്കറിയാം. ഒരു മഖാമുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെന്നാൽ ആ മഹാമനുഷ്യൻ ഒരു ചെറുതായി എന്തോ വളരെ ചെറുതായി അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുന്നത് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇബ്നു ഖുസൈമയുടെ ചരിത്രം കണ്ട് വായിച്ചപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ആ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഉലമാഇന്റെ, നമ്മുടെ മശായിഖുമാരുടെ പാരമ്പര്യം അതാണ്. ആ അയിമ്മത്ത് മുഹദ്ദിസീങ്ങളുടെ പാരമ്പര്യമാണ്. അല്ലാതെ അവരൊക്കെ തള്ളിയിട്ട് അവരെക്കാളും വലിയ ആളുകളാകുന്ന പാരമ്പര്യം അല്ല നമ്മുടെ പാരമ്പര്യം. മുൻഗാമികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും മഹത്തുക്കളെ അതിനനുസരിച്ച് ആദരവ് അവർക്ക് നൽകുകയും ചെയ്യുന്ന പാരമ്പര്യമാണ്. എന്റെ ഒരു സുഹൃത്ത് എനിക്ക് പറയുന്നതായിട്ട്, അലിയുൽ കൂഫി എന്നവരുടെ മക്കാമുള്ള സ്ഥലത്ത് ഇദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്ത്, എന്റെ ഒരു സുഹൃത്ത് പറയാണ്, അദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ ആണ്ട് നടച്ചിട്ടുണ്ടായ സമയത്ത് മൂപ്പര് ശൈഖുന വന്നു, ശൈഖുനാനെ ക്ഷണിച്ചിരുന്നു ഒരു ദിവസം. അപ്പോ അതിന്റെ മുമ്പ് പല പണ്ഡിതന്മാരും വന്ന് പ്രസംഗിച്ചു പോയിട്ടുണ്ട്, അവരൊന്നും അങ്ങനെയൊന്നും കണ്ടില്ല.
സാധാരണ മറ്റുള്ളവർ വരും സിയാറത്ത് ചെയ്യുന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ഈ മൂപ്പര് ലാസ്റ്റ് ദിവസം വന്ന് വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ചെരുപ്പഴിച്ചു എന്നാണ്. റോട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ചെരുപ്പഴിച്ചു കയ്യിൽ പിടിച്ചു, കയ്യിൽ പിടിച്ച് പിന്നെ അപ്പൊ ഈ ഈ അവിടെ ജോലി ചെയ്യുന്ന എന്റെ ഈ സുഹൃത്തു എന്ന് പറഞ്ഞാൽ മൂപ്പര് ശിഷ്യനാണ്, ഒരു പൈസയാണ്. അദ്ദേഹം ചെരുപ്പ് വാങ്ങാൻ ഇറങ്ങിയപ്പോ അനുവദിച്ചില്ല. എന്നിട്ട് ആദ്യം ഇങ്ങനെ വിശ്രമിക്കാനായിരിക്കും പോവുക. അവരതിനൊരു ഒരു റൂം തയ്യാറാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ അത് സമ്മതിച്ചില്ല. നേരെ പോയി ഒളു കൊടുത്തു, നേരിട്ട് മഖാമിൽ പോയി വളരെ താഴ്മയോടുകൂടെ അവിടെ നിന്നുകൊണ്ട് മഹാനവറുകളെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് അവിടെ സിയാറത്ത് ചെയ്തു. എന്നിട്ട് പിന്നെ പള്ളിയിൽ തന്നെ വന്ന് വിശ്രമിച്ചു. അങ്ങനെ അനുഭവം അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെ പലരും പറയുന്നത് കേൾക്കും, നമ്മുടെ ഉസ്താദുമാരെ പറ്റി അങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ മഖാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ആളുകളുടെ അവസ്ഥ. അങ്ങനെയാണ് ചരിത്രം മുഴുവനും ഉള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ദഹബി തന്നെ പറയുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാ, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹിബ്നു അഹ്മദ് ബിൻ ഹംബൽ മഹാമുഹദ്ദിസാണ് അദ്ദേഹം. ഞാൻ എന്റെ ഉപ്പ റഅയ്തു അബി യഖുദു ശഅറതൻ മിൻ ശഅരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ മുടിയിൽ നിന്ന് ഒരു മുടി എടുത്തിട്ട് ഫയലഉഹാ അലാ ഫീഹി, അതിങ്ങനെ വായിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതെടുത്ത് ചുംബിക്കുന്നത് കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ കണ്ണിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ വെള്ളത്തിൽ മുക്കി കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്നിട്ട് രോഗശമനം തേടുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ മഹാനവറുകൾ പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ ഈ അഹ്മദ് നബിൽ എന്നവരുടെ മറ്റൊരു മകൻ, ആ മകന്റെ വീട് കത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വീട് കത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പേരെവിടെ, ഇമാം അഹ്മദ് നബിന്റെ ഒരു മകനാണ് ഈ അബ്ദുൽ അഖ്ബർ അൽ ഹാഫിദ്. അതായത് മറ്റൊരു മകന് വീട് കത്തിയപ്പോൾ പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ അവസരം. അപ്പൊ കല്യാണത്തിന് ആരോ ഒരു വലിയ വിലപിടിപ്പുള്ള ഒരു സാധനം പിന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 4000 ദീനാർ 4000 ദിർഹം എന്നാട്ടോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം. ഇതാ حدثنا أبو عيسى أحمد بن يعقوب بن حدثني فاطمة بنت أحمد بن حنبل قالت وقع حريق في بيت أخي صالح بن أحمد ബിൻ ഹംബൽ എന്നവരുടെ മകള് പറയാ, എന്റെ അഖ് സാലിഹിന്റെ വീട്ടില് ഒരു തീപിടുത്തം നടന്നു. വഖത്ത് തസവ്വജ, ഇത് സിയറിലുണ്ട്. ഇമാം ദഹബി സിയർ അലാമുൻ നുബലായിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. ഖത്ത് തസവ്വജ, അന്ന് കല്യാണം കഴിഞ്ഞ അവസരമാണ്. അപ്പോ നല്ലൊരു സാധന 4000 ദീനാർ വിലയുള്ള ഒരു സാധനം ആരോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കത്തിപ്പോയി. ഫജഅല സാലിഹൻ, വിവാഹത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സാധനങ്ങൾ 4000 മൊത്തം ചെലവ് വരുന്ന സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കത്തിപ്പോയി. അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ വീട് കത്തലൊക്കെ കഴിഞ്ഞിരുന്ന് രക്ഷപ്പെട്ടു. പിന്നെ മൂപ്പര് പറഞ്ഞത്, ഈ മകൻ പറഞ്ഞ സാലിഹ് എന്നവര് പറഞ്ഞത് എന്താ അറിയോ, മാ ഗമ്മനി മാ ദഹബ, എന്റെ സാധനങ്ങൾ, എന്റെ സ്വത്ത്, എന്റെ എല്ലാം നശിച്ചുപോയി, കത്തിപ്പോയി, അതൊന്നും എനിക്കൊരു വിഷമമുണ്ടായിരുന്നില്ല. എന്നെ ആകെ ദുഃഖിപ്പിച്ചിരുന്നത് പടച്ചവനെ, എന്റെ ഉപ്പ ധരിച്ചിരുന്ന, എന്റെ ഉപ്പ ഇല്ലാ സൗബുല്ലി അബി, എന്റെ പിതാവിന്റെ ഒരു വസ്ത്രം, കാന യുസല്ലി ഫിഹി, വാപ്പ അതിൽ നിസ്കരിച്ചിരുന്നു, അതബറക്കു ബിഹി, ഞാൻ അത് സൂക്ഷിച്ചിട്ട് അതുകൊണ്ട് ബർക്കത്ത് എടുക്കുമായിരുന്നു. യുസല്ലി ഫിഹി, ഞാനും അതിലാ നിസ്കരിക്കല്. അത് ഉപ്പാടെ ബർക്കത്ത്, ആ മഹാനായ ആ മഹാപണ്ഡിതനായ എന്റെ പിതാവിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ സൂക്ഷിച്ചിരുന്നു. അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതായിരുന്നു പേടി, അതായിരുന്നു എന്നെ അലട്ടിയിരുന്നത്. പക്ഷേ ഫതുഫി അൽ ഹരീഖു, തീയൊക്കെ അണഞ്ഞു, എല്ലാം തീ അണഞ്ഞു പോയതിനു ശേഷം വദഖലു, അവരകത്തൊക്കെ കടന്നു നോക്കിയപ്പോൾ ഫവജദു സൗബ അലാ സരീരിൻ, ആ വസ്ത്രം ആ കട്ടലിൽ കിടക്കുന്നു. ഖദ് അകലത്തിൻ നാറു മാ ഹൗലഹു, അതിന്റെ ചുറ്റുമുള്ളതും തീ തിന്നിരിക്കുന്നു. വസലിമ, ഈ ഒരു വസ്ത്രം രക്ഷപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതാണ് ആൺകുട്ടികൾ ധരിച്ചതിന്റെ പ്രത്യേകത. ആൺകുട്ടികൾ വന്ന വഴിയും അതാണ് കണ്ടോ. ഇനി ആരെ പറയാൻ കഴിയാ? ചരിത്രം പരിശോധിച്ചു നോക്കും, ചരിത്രം പരിശോധിക്കണം. പണ്ഡിതന്മാര് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇതുപോലെ ഒരുപാട് കിട്ടും. ഇത് ചെറിയ നോട്ടത്തിൽ കിട്ടിയ വിഷയങ്ങളായതൊക്കെ.
ദലീല് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം പിന്നെ അയിമ്മത്ത് എങ്ങനെ കൊണ്ടുവന്നു അതാണ് നമ്മൾ നോക്കേണ്ടത്. മാത്രമല്ല ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തന്റെ ഒരു സുഹൃത്തിന് എഴുതിയ കത്തിൽ മൂപ്പര് ശരിക്ക് വ്യക്തമായി തന്നെ പറഞ്ഞതായി ഹംബലി ഫിഖ്ഹിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ മിക്ക ഗ്രന്ഥങ്ങളും, മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ വിവരിക്കുന്നുണ്ട് മഹാനവറുകൾ തവസ്സുലിന്റെ ഹുക്ം എന്താണ് എന്ന ചോദ്യം. ആ വിഷയത്തിന് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഹംബലി മദ്ഹബിൽ തവസ്സുൽ സുന്നത്താണ്. കാരണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തന്നെ തന്റെ ഒരു സുഹൃത്തിന് മറൂദി എന്ന് പറയുന്ന സുഹൃത്തിന് എഴുതിയ കത്തിൽ ഇന്നഹു തവസ്സലു ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദുആഇഹി, തന്റെ ദുആയിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നുണ്ട് എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കത്തെഴുതിയിട്ടുണ്ട്. അത് തന്നെ അവർക്ക് ഏറ്റവും വലിയ തെളിവ്, ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് സുന്നത്ത് തന്നെയാണ് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ തവസ്സുൽ ചെയ്ത ആ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, ഇൻഷാ അല്ലാഹ് ചോദ്യത്തിന് സമയമാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കണം. ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇവിടുന്ന് പോയി, കൂഫയിൽ നിന്ന് പോയതിനു ശേഷം മിസ്റിൽ എത്തിയതിനു ശേഷം അവിടുന്ന് ഒരു കത്ത് കൊടുത്തയച്ച് റബി എന്നവരുടെ കയ്യിൽ അഹ്മദ് തങ്ങൾ കൊടുത്തയച്ചു. അങ്ങനെ എഴുത്ത് കിട്ടിയപ്പോ തന്നെ അത് ചുംബിച്ചു മൂപ്പര്. ഷാഫി ഇമാമിന്റെ എഴുത്താണല്ലോ. ആ എഴുത്ത് കിട്ടിയതിന് ശേഷം അപ്പോ കത്ത് വായിച്ചതിന് ശേഷം ഒന്ന് കരച്ചിൽ വന്നു മൂപ്പര് കരഞ്ഞു. പിന്നെ കൂടെയുള്ളവർ ചോദിച്ചു എന്താണ് കത്തിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമല്ല, അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്താണ് വിഷയം? ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ പറഞ്ഞത്രേ അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ, അഹ്മദ് ബിൻ ഹംബലിനെ വല്ലാതെ പരീക്ഷണത്തിന് ഇന്നക്കല സതുബ്തല ഫി ഖൽഖുൽ ഖുർആൻ, ഖൽഖുൽ ഖുർആന്റെ മസ്അലയിൽ ഞാൻ നിങ്ങൾക്ക് വലിയ പരീക്ഷണം വരാനിരിക്കുന്നു. ഖൽഖുൽ ഖുർആന്റെ മസ്അല ഉണ്ടായിട്ടുണ്ടല്ലോ പഴയ കാലത്ത്, അതായത് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് അല്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ, അത് അന്നത്തെ മുഅ്തസിലത്തിന്റെ മറ്റൊക്കെ വാദമാണ്. അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, കലാമല്ല, ഖൽഖാണ്, സൃഷ്ടിയാണ്. ഇതിൽ ഒരുപാട് പണ്ഡിതന്മാരെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആണ് വാസ്തവത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസം പിന്നീട് തിരിച്ചു കൊണ്ടുവരാൻ കാരണമായത്. അന്നത്തെ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട്, രാഷ്ട്രീയ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് അന്നത്തെ ഭരണാധികാരികൾ അതിന്റെ ആളുകളായിരുന്നു. അത് അങ്ങനെ പറയാത്ത മുഴുവൻ സാലിഹ്യങ്ങളും ആലിമീങ്ങളെയും, ഒരുപാട് ആലിമീങ്ങളെ കൊന്നു, അല്ലാത്തവരെ ജയിലിലടച്ചു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അത് ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ട ആളാണ്, ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മാത്രമാണ് അങ്ങനെ ധൈര്യത്തിൽ ഉറച്ചു നിന്നത്. അതിന്റെ പേരിൽ ഒരുപാട് സഹിച്ചു. അതുകൊണ്ട് ജനങ്ങൾ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹത്തെ സ്നേഹിച്ചു. പിന്നീട് ഇവരുടെ ഇതൊക്കെ നഷ്ടപ്പെട്ടു. മഹാനവറുകളെ ജനങ്ങൾ സ്നേഹിച്ചു. അദ്ദേഹത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ദീനിന്റെ അഖീദ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ തിരിച്ചു വരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ സ്വപ്നം കാണുന്നു. സ്വപ്നം കണ്ടിട്ട് തങ്ങൾ പറയുകയാണ് ഇന്നക സതുബ്തല, നിങ്ങൾക്ക് വലിയ പരീക്ഷണം വരാൻ പോകുന്നുണ്ട്. ഈ ഖൽഖുൽ ഖുർആന്റെ വിഷയത്തിൽ വലിയ പരീക്ഷണം വരാൻ പോകുന്നുണ്ട്. ആ പരീക്ഷണം വന്നാൽ അതിൽ ക്ഷമിച്ചു നിന്നോളണം, അതിൽ പിന്നെ പതറിപ്പോകരുത് എന്ന് പറയാൻ കൽപ്പിച്ചിട്ട് ഉപദേശം നൽകാൻ ഉസ്താദും കൂടിയാണല്ലോ. അപ്പോ ഇതിന് പാകപ്പെടുത്താൻ അല്ലാഹുവിന്റെ റസൂല്. അപ്പോ അതിങ്ങനെ ഷാഫി ഇമാമിന്റെ ഉപദേശത്തിലൂടെ അതിങ്ങനെ അറിയിക്കുകയാണ്. അങ്ങനെ ആ കത്താണ് ഈ വന്നത്. ആ കത്ത് കൊടുത്തയച്ചപ്പോ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആദ്യം ഒന്ന് കരഞ്ഞു, പിന്നീട് ആ കത്ത് ചുംബിച്ചു, പിന്നീട് മറ്റുള്ളവരോട് വിവരം പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഈ കൊണ്ടുവന്ന റബി എന്ന് വരുന്നത് വലിയൊരു സന്തോഷ വാർത്തയല്ല റസൂലുള്ളാഹിയുടെ ഭാഗത്തു നിന്ന്. പരീക്ഷണാണെങ്കിലും വലിയ വിജയത്തിനല്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ റബി എന്നവർ പറഞ്ഞു അപ്പൊ ബിഷാറ, ഇതൊരു സന്തോഷ വാർത്തയാണല്ലോ. അപ്പൊ ബിഷാറത്ത് കൊണ്ടുവന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുമായി എന്തെങ്കിലും ഒരാൾ വന്നാൽ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന സ്വഭാവം റസൂലുള്ളാഹിയുടെ സ്വഭാവമാണ്, അത് സുന്നത്താണ്. ഒരാൾ ഒരു ബിഷാറത്തുമായി വന്നാൽ ആ ബിഷാറത്തുമായി വന്ന ആൾക്ക് എന്ത് കൊടുക്കും? ആ ബിഷാറത്തുമായി വന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും. റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്. ആ സന്തോഷ വാർത്തയുമായി വന്ന എനിക്ക് എന്താണ് അതിനൊരു ഗിഫ്റ്റ് ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് ഒന്നുമില്ല കയ്യില്ല. അപ്പൊ മൂപ്പര് ധരിച്ച വസ്ത്രം തന്നെ അഴിച്ചിട്ടാണ്ട് കൊടുത്തു. അങ്ങനെ മഹാനവറുകൾ തിരിച്ചുപോയി. ഇമാം റബിയ ഷാഫി ഇമാമിന്റെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. ഇമാം റബിയ തിരിച്ചുപോയി.
തിരിച്ച് ഷാഫി ഇമാമിന്റെ അടുത്ത് തിരിച്ചെത്തി. ഷാഫി ഇമാമ് തങ്ങള് ചോദിച്ചു എന്തുണ്ടായെന്ന് വെച്ചു. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്താ കിട്ടിയെന്ന് വെച്ചു. അപ്പൊ എനിക്ക് ഇങ്ങനെ വസ്ത്രമാണ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, അത് ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ചോദിച്ചിട്ട് ഞാൻ മേടിച്ചങ്ങൾക്ക് നിങ്ങൾ അത് സൂക്ഷിക്കണം എന്ന് ഇഷ്ടപ്പെടുന്ന ആളാവുമല്ലോ, അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. ലാ അസ്റഉക ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നില്ല. കാരണം ഞാൻ ചോദിച്ചാൽ പിന്നെ നിങ്ങൾ അതുകൊണ്ട് തരും, നിങ്ങൾക്ക് മനസ്സുണ്ടാവില്ല. എന്നെ മൂപ്പരൊക്കെ കിട്ടിയൊരു വർക്കത്താണല്ലോ. ഏതായാലും അതിൽ കുറച്ച് റുഷഹൂബിൽ മായി, കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് ആ വെള്ളം കണ്ടുകൊണ്ടാ ഞാൻ കുടിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ധരിച്ച വസ്ത്രത്തിൽ വെള്ളം അത് നനച്ച് ആ വെള്ളം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പോലും ഉസ്താദായ മഹാനായ ഇമാം ഷാഫി തങ്ങൾ കുടിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ നിലക്കുള്ള അയിമ്മത്താണ് നമ്മുടെ പൂർവികർ. ഈ നിലക്കുള്ള മഹത്തുക്കളാണ് ദീൻ ഇവിടെ നിലനിർത്തിയതും. അവർക്ക് അതിന് കഴിഞ്ഞിട്ടുള്ളൂ. അവരാണ് ആ പൊരുത്തത്തോടുകൂടെ കുരുത്തത്തോടുകൂടെ അതിങ്ങനെ ആ പരമ്പര നമുക്ക് നിലനിർത്തി തന്നത്. അത് നമ്മുടെ അയിമ്മത്തുകളിലും അത് നമുക്ക് നമ്മുടെ ഉസ്താദുമാരിലും അത് നമുക്ക് കാണാൻ കഴിയുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ദീനിന്റെ വഴി. അതിൽ ആർക്കും തന്നെ ചരിത്രം ശരിക്കും പരിശോധിച്ചാൽ ആർക്കും തന്നെ, പിന്നെ ആ ചരിത്രത്തൊക്കെ തള്ളുകയാണെങ്കിൽ ഒരു ചരിത്രത്തെ ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. ഈ ചരിത്രത്തൊക്കെ തള്ളുന്ന ആൾക്ക് ഒരു ചരിത്രം ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. അവര് പറയാത്ത ഒരു ചരിത്രം വേറെ ആർക്കും ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു റാവി സിഖത്താണോ അല്ലേ എന്ന് പറയണമെങ്കിൽ ഇവര് തന്നെ പറയണം അത് സ്വീകരിക്കാന്ന് ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് എവിടുന്ന് കിട്ടി? അതെങ്ങനെ? എന്ത് ദീന? അതെന്ത് ന്യായ? അത് സ്വീകരിക്കുന്നുവെങ്കിൽ ഇതും സ്വീകരിക്കേണ്ടി വരും. അപ്പോ അതാണ് യഥാർത്ഥത്തിൽ ദീനിന്റെ പരമ്പര. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിന് ഒരു കുറവും സംഭവിക്കരുത്. നമ്മുടെ പരമ്പരയിലേക്ക് അത് പകർന്നു കൊടുക്കണം. ഇതിന് സമ്മതിക്കാതെ മനസ്സ് അനുവദിക്കാതിരിക്കുക എന്നതാണ് തകബ്ബുർ. അതാണ് എല്ലാവിധ നാശത്തിന്റെയും കാരണം. എല്ലാവിധ ബിദ്അത്തിന്റെയും അസ്ൽ ഈ തകബ്ബുറാൻ. എല്ലാവിധ കുഫറിന്റെയും അസ്ലും ഈ തകബ്ബുറാൻ. അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഇനിയും ഒരുപാട് കാണാം. ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ ഇൻഷാ അല്ലാഹ് മറ്റ് അവസരങ്ങളിൽ നമുക്ക് പറയാം. നമ്മൾ എല്ലാവരും ഈ വിഷയം ശ്രദ്ധിക്കുക. നമ്മൾ ചരിത്ര ഗ്രന്ഥത്തെ വല്ലാതെ അവലംബിക്കാറില്ല. ചരിത്ര ഗ്രന്ഥം പഠിക്കണം. ചരിത്ര ഗ്രന്ഥം പരിശോധിച്ചാൽ ഇതുപോലെ ലൈസ നുഫ്ജിഉക ബിഹി വലാകിൻ ബുല്ലഹു വദ്ഫഅ ഇലയ്യൽ മാഅ ലി അതബറക ബിഹി എന്നാണ് ആര് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് റബീഅനോട്. എന്താണ് ലൈസ നുഫ്ജിഉക ബിഹി? അതൊന്നും ഞാൻ ചോദിച്ചിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, വേദനിപ്പിക്കുന്നില്ല. ഇമാം സുബുക്കി തബഖാത്ത് ഷാഫിഈയിൽ 2ാം വാല്യം 36ാമത്തെ പേജിലാണ് ഈ സംഭവം വിവരിച്ചിട്ടുള്ളത്. ഈ അവസാനം വിവരിച്ച സംഭവം വിവരിച്ചിട്ടുള്ളത്. ഇങ്ങനെ പിന്നെ ഉള്ള ആ ചരിത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന കാര്യം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഇതിന്റെ ഒക്കെ മദാറു ഒന്നാണ്. ഇതൊക്കെ ചെന്നെത്തുന്നത് ഒന്നിലേക്കാണ്. മഹാന്മാർക്കുള്ള ആ മഹത്വത്തെ നമ്മുടെ വിജയത്തിന് നാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ഇതിലൊക്കെ ഉള്ളത്. തബറുക്കും തവസ്സുലും ഒന്നാണ്. തവസ്സലാറിനെ ചെന്ന് ചേരാനല്ലോ, മറ്റൊന്നിനെ ഇടയാക്കി ഒന്നിലേക്ക് എത്തിപ്പെടുക. അത് തന്നെ തബറുക്കും. അവരുടെ ബർക്കത്തെടുത്തിട്ട് നാം മറ്റൊരു ലക്ഷ്യത്തിലേക്ക് എത്തുക. അത് തന്നെയാണ് ഇസ്തിഗാസയും. കാരണം ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവരിത് ചെയ്യും എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ കാരണക്കാരാവണം. നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ആ കാര്യം എനിക്ക് നേടിത്തരണം എന്നതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ നിലക്ക് അവരെ അതിൽ മാധ്യമമാക്കുക, വസീലയാക്കുക എന്നതാണ് അതിലും ഉള്ളത്. ഇങ്ങനെ ചിന്തിച്ചാൽ ഒരു വിഷയത്തിലും യഥാർത്ഥത്തിൽ ഇവിടെ തർക്കിക്കേണ്ട ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നും, ഈ തർക്കിക്കാൻ ഉപയോഗിക്കുന്ന ഊർജവും അതിനുപയോഗിക്കുന്ന സമ്പത്തും അതിനുപയോഗിക്കുന്ന സമയമൊക്കെ സമുദായത്തിന്റെ മൊത്തത്തിൽ ഇന്ന് സമുദായത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ യുവാക്കളെ യുവതികളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധാർമ്മികാത പതനത്തിനെതിരിൽ ഈ പ്രാസംഗികന്മാരും ഈ പണക്കാരും ഒക്കെ അതിനുവേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം ആ രംഗത്ത് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയും. അതേസമയത്ത് അനാവശ്യമായ ഒരു കാര്യമില്ലാത്ത ഇത്തരം അനാവശ്യമായ തർക്കത്തിലേക്ക് നീങ്ങുകയും ജനങ്ങളെ മുശ്രിക്കാക്കുകയും അതൊക്കെ ചെയ്തു നടക്കുന്നതിന്റെ പിന്നിൽ എന്തോ ഗൂഢലക്ഷ്യം ആർക്കോ ഉള്ളതിൽ അറിയാതെ ചില ആളുകൾ പെട്ടുപോയിരിക്കുകയാണ്
എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇപ്പൊ തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അത്യാവശ്യം ചോദിക്കാനുള്ള ആളുകൾക്ക് ചോദിക്കാം. അതിനുവേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 100 ആളുകൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നവരാവില്ലല്ലോ, കാര്യങ്ങൾ പഠിക്കാനിരിക്കുന്നവരാണല്ലോ, അവർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് എന്നും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വന്ന വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. കാര്യങ്ങൾ ഗ്രഹിക്കുക, അതിനുവേണ്ടിയുള്ള ക്ലാസ്, അത് ഉപയോഗപ്പെടുത്തുക. അനാവശ്യ ചോദ്യത്തിനുള്ളത് നമ്മൾ അതൊക്കെ ഇങ്ങനെ പോവുക. ഇനി ഒരു കാര്യം, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചൊരു ചോദ്യം വേണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ഒരാൾ ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചല്ലോ, എന്താണ് വയനാട് ചുരത്തിന്റെ ചോദ്യം ചോദിച്ചു. ഞങ്ങൾ വിശദമായി ഇന്ന് പറയിച്ചിട്ട് വെച്ചത് വരുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. വയനാട് ചുരത്തിലൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു വിഷയമാണത്. മനസ്സിലാക്കി ഇരിക്കുന്നത് നല്ലതാണ്. അവിടെ പറഞ്ഞത് പിന്നെ വയനാട് ചുരത്തിൽ കൂടെ വരാം, അല്ലെങ്കിൽ വേറെ ചുരം, അങ്ങനെ ബ്രേക്ക് കണ്ട് പോയി ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നു കാണുമ്പോ അവിടെ നമ്മൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവോ എന്നാണ് എന്ന് ചോദിച്ചിട്ട് അയാൾ പറഞ്ഞത്, പിന്നെ അവരായത്തോദ്യം അത് ഇങ്ങനെ സാധാരണ ഇവരൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ അത് അള്ള ചോദിച്ച ഒരു ചോദ്യമാണെന്നാണ് പറഞ്ഞത്. അള്ള ചോദിച്ച ചോദ്യമാണെന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചു, ഔ അത്തത്തുക്കും മുസ്സാഅത്തു, ഇത് നേരുന്ന ആയത്ത് അതിന്റെ ക്ലാസ് ആകുമ്പോൾ വിശദീകരിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നോരോന്ന് വിശദീകരിക്കാം. അത്തത്തുക്കും മുസ്സാഅത്തു എന്താണ് ഒരു അത് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇത് എവിടുന്നാണ്, ഏത് കോളേജിലാണിത്? സ്വയം വേദനിപ്പിക്കുന്നത് ഇസ്ലാം. ഓക്കെ ഇൻഷാ അല്ലാഹ് പറയുന്നത് ഏത് കോളേജാ? ഞാൻ ദുബൈയിലാണ്. ഖുൽ അറഅയ്തും ഇൻ അതാകും അദാബുല്ലാഹി ബഗ്തതൻ ഔ അതതുകുമുസ് സാഅത്തു ബഗ്തതൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്ത്. അപ്പോ അതിൽ പറയുന്നത്, നിങ്ങൾക്ക് അദാബ് വന്നാൽ, നിങ്ങൾക്ക് അദാബ് ഇറങ്ങി, ആ അദാബ് ഇറങ്ങിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അദാബ് വന്നു, അല്ലെങ്കിൽ എന്തുണ്ടായി, ഖിയാമത്ത് നാൾ വന്നു. ആ ഖിയാമത്ത് നാൾ വന്നാൽ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കോന്നാണ്. ഖുൽ അറഅയ്തും ഇൻ അതാകും അദാബുല്ലാഹി ഔ അതതുകുമുസ് സാഅത്തു അഗൈറല്ലാഹി തദ്ഊന ഇൻ കുൻതും സാദിഖീൻ എന്നല്ലേ ആയത്ത്? അങ്ങനെയാണ് ആയത്ത്. ഈ ആയത്താണ് അയാൾ അന്ന് ചോദിച്ചത്. അപ്പോ ഇത് ഞാനിപ്പോ പറയാൻ കാരണം, ഏതായാലും കൂടുതൽ ചോദ്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇതിങ്ങനെ സാധാരണ അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ചോദിക്കുമ്പോ എന്താ നമ്മൾ പെട്ടെന്ന് പറയാന്നുള്ള ഒരു കൂസലും ഒന്നും പേടിക്കണ്ട. ശരിക്ക് കൃത്യമായി എന്ന് പറയാൻ ഞങ്ങൾ അവിടെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നു. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതാ ചോദ്യം? നമ്മുടെ ചോദ്യം യഥാർത്ഥത്തിലുള്ള ദുആ എന്ന് സാങ്കേതികാർത്ഥത്തിലുള്ള ദുആ, അത് എപ്പോഴും അള്ളാഹുവിനോടാണ്. മറ്റുള്ള സബബായും കൊണ്ട് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുക, അത് ഇവിടെ തന്നെ ഈ ആയത്തിൽ തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് ഇൻ അതാകും അദാബുല്ലാഹി ഖുൽ അറഅയ്തും ഇൻ അതാകും അദാബുല്ലാഹി, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അദാബ് വന്നു, ഔ അതതുകുമുസ് സാഅത്തു, ഇത് മുശ്രിക്കീങ്ങളെ അള്ളാഹു ചോദിക്കുകയാണ്. ഔ അതതുകുമുസ് സാഅത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഅത്ത് വന്നു, ഖിയാമത്ത് നാൾ വന്നു, എന്നാൽ അഗൈറല്ലാഹി തദ്ഊന, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ ചോദിക്കോന്നാണ്, ദുആ ചെയ്യോന്നാണ്. അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ ദുആ ചെയ്യോ എന്നാണ് അള്ളാഹു എല്ലാ സമയത്തും ബിംബങ്ങളെ ആരാധിക്കുന്ന ഈ ആളുകളോട് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ആയത്ത് ശരിക്കും ഒന്നുകൊണ്ട് ആലോചിച്ചാല് നമുക്ക് എന്താ മറുപടി പറയുള്ളത്? ഔ അതതുകുമുസ് സാഅത്തു എന്നുണ്ടല്ലോ അവിടെ. ഖിയാമത്ത് നാൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക അള്ളാഹുന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നല്ലേ. അവിടെ എന്താ അവര് പറയാ? ഔ അതതുകുമുസ് സാഅത്തു, ഖിയാമത്ത് നാളില് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള മദദ് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ആദ്യം ആദം നബിയുടെ അടുത്ത് പോകണം, പിന്നെ നൂഹ് നബിയുടെ അടുത്ത് പോകണം,
പിന്നെ ഇബ്രാഹിം നബിയുടെ അടുത്ത് പോകണം, പിന്നെ മൂസാ നബിയുടെ അടുത്ത് പോകണം, പിന്നെ ഈസാ നബിയുടെ അടുത്ത് പോകണം, പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോകണം. ഇങ്ങനെ വഴിക്കുഴിയായിട്ട് തന്നെ പോകണം. എല്ലാരും കാല് പിടിക്കണം, എന്നിട്ട് റസൂലുള്ളാഹിയുടെ അടുത്ത് പോകണം. അങ്ങനെ നമ്മൾ പോകും എന്നല്ലേ റസൂലുള്ളാഹി നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? അതല്ലേ നമ്മൾ ചെയ്യുന്നതും? അത് അവിടെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഔ അത്തത്തുക്കും സായത്തും. അപ്പൊ അത്തരം വിഷയമല്ല. അള്ളാഹുവിൽ നിന്ന് അള്ളാഹു അവിടെ ആ മൗഖിഫിൽ അള്ളാഹുവിന്റെ ഒരു കാരുണ്യമുണ്ട് വെളിവാവാന്. അള്ളാഹു സ്വർഗത്തിലേക്കെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആ രംഗത്ത് അള്ളാഹു ഏതെങ്കിലും വിധത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ ആണത് ചെയ്യേണ്ടത്. അള്ളാഹു അത് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം അടുത്താ പോണത്. എന്നപ്പോ റസൂലുള്ളതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അത് അവസാനം എന്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും കൈ ഒഴിയും. എന്റെ അടുത്ത് വന്നെങ്കിൽ ഞാൻ എനിക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. എന്നാ ആദ്യം നിന്നെ റസൂലുള്ളാഹിയുടെ അടുത്ത് പോവോ? അങ്ങനെ ഉണ്ടാവുക അല്ല. അപ്പോഴും ഇവരൊക്കെ കാല് പിടിക്കണം, പോയിട്ട് ഇവരോടൊക്കെ ചോദിക്കണം. എന്നിട്ട് വന്നിട്ട് അവസാനം റസൂലുള്ളാഹിയുടെ അടുത്ത് എത്തും. എന്നിട്ട് റസൂലുള്ളാഹി നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അപ്പൊ അള്ളാഹു സ്വീകരിക്കും. അപ്പൊ അള്ളാഹ് അല്ലാത്തവരോട് ചോദിക്കുന്നുണ്ടല്ലേ അവിടെ മറുപടി പറയാനുള്ളത്? അള്ളാഹ് അല്ലാത്തവരോട് അള്ളാഹ് ചെയ്യേണ്ട ഒരു കാര്യത്തെ അള്ളാഹ് അല്ലാത്തവരോടല്ലേ അവിടെ ചോദിക്കുന്നത്? അപ്പൊ ആ അർത്ഥത്തിലുള്ള ചോദ്യം അത് അത്തത്തുക്കും സായത്തും ആയാലും പറ്റും, അല്ലാത്തായാലും പറ്റും. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കീങ്ങളും അതുപോലെയുള്ള ആളുകൾ എപ്പോഴും അള്ളാഹുവിനെ അവർക്ക് ഓർമ്മയില്ല. പക്ഷെ ഒലന്നു അന്നഹും ഖദ് ഉഹീത ബിഹിം, ഇനി രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ, മറ്റൊരായത്തിൽ കാണാം, ഒരു രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അവരവർ അള്ളാഹിനെ വിളിക്കലുണ്ട്. പിന്നെ അവിടുന്ന് പോന്ന നസിയ, പിന്നെ അവർ മറക്കുകയാണ്. അയറുള്ള വേറെ ആയത്തിൽ കാണാൻ അയറുള്ള, പിന്നെ അതൊന്നും ഓർമ്മല്ല. പിന്നെ ബിംബങ്ങളൻ അവരോട് പറയാ, ഇത് ശരിയല്ലല്ലോ, നിങ്ങൾക്ക് എപ്പോഴും എല്ലാ സമയത്തും നിങ്ങൾക്ക് ബിംബങ്ങളാണ് ആരാധന. എന്നാൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് കൊടുക്കുന്ന നേരത്തെ നിങ്ങൾക്ക് ഇവയൊന്നും ഉപയോഗപ്പെടില്ല എന്ന് കാണുമ്പോ ആ പണ്ട് പഠിച്ചിട്ടുള്ള അള്ളാഹുടെ ഒരു പേര് നിങ്ങൾ പറയാറുണ്ടല്ലോ, എന്നാൽ യഥാർത്ഥത്തിൽ അതിനല്ലേ നിങ്ങൾക്ക് ആവശ്യത്തിന് പറ്റുന്നുള്ളൂ, എന്നാൽ അത് മനസ്സിലാക്കിക്കൂടെ എന്നവരെ പഠിപ്പിക്കുകയാണ്. അത് രണ്ടും രണ്ടാണ്, അതുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ആരെങ്കിലും മുറയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഔ അത്തത്തുക്കും സായത്തു എന്നുള്ള ആ ഭാഗങ്ങൾ എടുത്തിട്ട് ശരിക്ക് അവിടെ മറ്റുള്ളവരോട് ചോദിക്കാൻ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുക എന്നതാണ് അതിന് വേണ്ടുന്ന മറുമരുന്ന്. അത് ഉണർത്തിയെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇതാരും ഒന്നും ഉണ്ടല്ലോ. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഏതായാലും നമ്മൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ നാളത്തെ ക്ലാസ് ചിലപ്പോ മുടങ്ങാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ മുൻകൂട്ടി പറയാം അഡ്മിന്മാരോട്. ഇപ്പോഴത്തെ സ്ഥിതിക്ക് നാളുണ്ടാവാൻ സാധ്യത കുറവാണ്. നാളെ ഒരു വിഷയത്തിന് പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച പിന്നെ ഉണ്ടാവുള്ളൂ. ഇഹ്ദിന സിറാത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാഫിയായ ഇൽമ് പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റഹ്മാൻ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നിന്റെ പൊരുത്തത്തിലായി സിഹത്തോടെ ആഫിയത്തോടെ ഞങ്ങൾക്ക് നീ ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, നിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും വേണ്ടപ്പെട്ട എല്ലാവരെയും ഉസ്താദുമാരെയും സഹോദരന്മാരെയും സ്നേഹിച്ചവരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാൻ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ മനസ്സിനെ നീ ശുദ്ധീകരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ തമ്പുരാനെ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും മാതാപിതാക്കളിലും ഭാര്യ സന്താനങ്ങളിലും വേണ്ടപ്പെട്ടവരിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുമുള്ള എല്ലാവിധ രോഗങ്ങളും റഹ്മാൻ റഹീമായ റബ്ബേ നിന്റെ മഹദ് ഫളൽ കൊണ്ട് നീ ശിഫയാക്കി തരണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ തമ്പുരാനെ. എല്ലാവിധ ഷർറിനെ തൊട്ടും അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. എല്ലാവിധ ഷർറിനെ തൊട്ടും അവരെയും ഞങ്ങളെയും നീ കാക്കണേ റഹ്മാനെ.
പടച്ചവനെ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ അകറ്റിത്തരണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين.